ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഏരിയ ആണ്. ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ടേഴ്സ് അല്ലേ. നമ്മളതിനെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, പിന്നെ ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. മെറ്റാലിക് കണ്ടക്ടർ എന്താ, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്താ ഒക്കെ പഠിച്ചെന്ന് ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്ത് നോക്കൂ. പിന്നെ ഇലക്ട്രോലൈറ്റ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇലക്ട്രോലൈറ്റ്സിന് നോൺ ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്, അതായത് കറണ്ട് പാസ് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടാത്ത ആൾക്കാരെ പാസ് ചെയ്യുക, വിച്ച് ഡോണ്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പിന്നെ നമ്മൾ ആ ഇലക്ട്രോലൈറ്റ്സിനെ തന്നെ സ്ട്രോങ് ആയിട്ടും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെയും ക്ലാസിഫൈ ചെയ്തു. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് കംസ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോളിസിസ് നമ്മൾ 10th പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. എന്താണ് ഇലക്ട്രോളിസിസ്? ദ ഡീകമ്പോസിഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പം നമുക്ക് സ്ട്രോങ്ങും വീക്കും ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ അറിയാം അല്ലേ. NaOH, KOH, ഇതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് അല്ലേ. ഇവരൊക്കെ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് പറഞ്ഞാൽ ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ NaOH ഡയറക്റ്റ് NaOH അല്ല, അതും പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് എക്വസ് ആയിരിക്കണം, അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കണം? മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ. ഇങ്ങനെ ഉരുകിയതോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കി NaOHൽ കൂടെ കറണ്ട് പാസ് ചെയ്താൽ ഇലക്ട്രിസിറ്റിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോളിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് പോവുക, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണ സമയത്ത് ഇലക്ട്രോലൈറ്റ്സ് ഡീകമ്പോസ് ചെയ്യുക. ഈ ഒരു പ്രോസസ് കണ്ട ഡീകമ്പോസ് ചെയ്തുണ്ടാവും, മുറിഞ്ഞു പോകും. Na+ഉം OH- ഒരു എക്സാമ്പിളാണ്. സോ വാട്ട് ഈസ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് ഇസ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഡീകമ്പോസ്റ്റ് ചെയ്യുക, ചെറുതാക്കുക, അല്ലെങ്കിൽ നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ച ഡീകമ്പോസ് ചെയ്യുക, അതായത് മെറ്റീരിയൽസിനെ ഡീകമ്പോസ് ചെയ്യും, അതിനെ വീണ്ടും ചെറുതാക്കും. കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ തന്നെയാണിത്. എന്താണ് ഡീകമ്പോസ്? വാട്ട് ഈസ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് ഇസ് ദ decomposition of an electrolyte by the passage of electricity. അപ്പോൾ the decomposition of electrolyte by the passage of electricity is called electrolysis. അപ്പോൾ ഇതിനൊരു apparatus ഉണ്ടാവും അല്ലേ. എന്താ apparatus എന്ന് പറഞ്ഞാൽ അതിനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാവും, ഒരു സെറ്റപ്പ് ഉണ്ടാവും, എങ്ങനെയാണ് ഇലക്ട്രോളിസിസ് നടത്തുന്നതെന്നുള്ളത്. The apparatus used for electrolysis is called the ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് ടാങ്ക്. ഭയങ്കര സിമ്പിളാണ്. ഇലക്ട്രോളിസിൻ്റെ വരെ. അപ്പോൾ ഇലക്ട്രോളിറ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെൽ. സോ ദ apparatus യൂസ്ഡ് ഫോർ ഇലക്ട്രോളിസിന് എന്താ പറയുക? ഇലക്ട്രോളിറ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെൽ. ഇനി ഇതിലുള്ള ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ദ ഇലക്ട്രോലൈറ്റ് ഇസ് ഐദർ ഇൻ ദ ഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറയാം. മോൾട്ടൻ എന്ന് പറഞ്ഞാൽ ഉരുകിയ സ്റ്റേറ്റ്, മോൾട്ടൻ സ്റ്റേറ്റ്, ഓർ ഇൻ എക്വസ് സൊല്യൂഷൻ. എക്വസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ളത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ ഇൻ എ ടാങ്ക്. ഇതെന്തിലാണ് എടുത്തിരിക്കും? ഒരു ടാങ്കിലായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. ടാങ്ക് തന്നെ നിങ്ങൾ വലിയ എന്തോ ടാങ്ക് എന്ന് വിചാരിക്കും. ഇതൊരു നോർമൽ ബീക്കറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റ്. ഇതാണ് ഇപ്പം നമ്മൾ ഇലക്ട്രോളിസിസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ബീക്കറോ ടാങ്കോ. ഇതിലെന്തുണ്ടാവും? ഇലക്ട്രോലൈറ്റ്. ഈ ഡോട്ടഡ് നമ്മൾ പണ്ട് വെള്ളം കാണിക്കാൻ വേണ്ടി വരയ്ക്കണ പോലെ തന്നെ ഇതെന്താണ്? ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ആരും ആവാം അല്ലേ. ഇനി ഇവിടെ 2 വടി പോലത്തെ സാധനങ്ങൾ കാണും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയും? ഇവ രണ്ടാളെയും നമ്മൾ പറയും ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലേക്ക് വെറുതെ കറണ്ട് കടത്തി വിടാൻ പറ്റുമോ? 2 കൊടുത്തിട്ടില്ല. കറണ്ട് കടത്തി വിടാൻ വേണ്ടി, അതായത് ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ യൂസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യേണ്ടത് നമ്മൾ, അതിന് യൂസ് ചെയ്യുന്ന 2 റോഡുകളാണ് ഇലക്ട്രോഡ്. സോ വാട്ട് ഈസ് എൻ ഇലക്ട്രോഡ്? ഇലക്ട്രോഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ യൂസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടണം. ആരിലേക്ക്? ഇലക്ട്രോലൈറ്റിലേക്ക്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കറണ്ട് കടത്തി വിടണമെങ്കിൽ എന്ത് വേണം? ബാറ്ററി വേണം. ബാറ്ററി കണക്ട് ചെയ്യേണ്ടേ അല്ലേ. ബാറ്ററി ആരെയിലാണ് കണക്ട് ചെയ്യുക? ഈ ഇലക്ട്രോഡ്സിൽ. അപ്പോൾ ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് എപ്പോഴും എന്ത് വരയിലാണ് കാണിക്കുക? വലിയ വര.
നെഗറ്റീവ് എങ്ങനെയാണ് ചെറുത്, എപ്പോഴും ചിന്തിച്ചാൽ മതി. പോസിറ്റീവ് മൈൻഡാണ് നമുക്ക് എപ്പോഴും വേണ്ടത്, അതെപ്പോഴും വലുത്. നെഗറ്റിവിറ്റി എപ്പോഴും കുറവണം, അതെന്താണ് ചെറുത്. അപ്പോൾ ഒരു ബാറ്ററീൻ്റെ പോസിറ്റീവ് സൈന് നമ്മൾ വലിയ വരയായിട്ടും നെഗറ്റീവ് വര നെഗറ്റീവ് സൈഡ് ചെറിയ വരയായിട്ടുമാണ് കാണിക്കുക. അങ്ങനെ 2 ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിനെ പോസിറ്റീവിൻ്റെ സൈഡിലേക്കും ഒരു ഇലക്ട്രോഡിനെ നെഗറ്റീവിൻ്റെ സൈഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കുറച്ച് 1-2 ടേംസ് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിൽ നമ്മുടെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്തിരിക്കേണ്ട. ആൻഡ് ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ് ടു എ ബാറ്ററി, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി. ഇനി ദ ഇലക്ട്രോഡ് വിച്ച് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി, ബാറ്ററീൻ്റെ പോസിറ്റീവ് എൻഡിനോട് കണക്ട് ചെയ്തിരിക്കുന്ന എൻഡിനെ, ആ ഇലക്ട്രോഡിന് നമ്മൾ പറയും ആനോഡെന്ന്. എന്താണ് ആനോഡെന്നും. ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് പറയും, കാത്തോഡ്. ഇതെപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതെന്താണ്, ഇലക്ട്രോളിറ്റിക് സെല്ലാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള വോൾട്ടേജ് സെല്ലാണ്. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ പോസിറ്റീവ് സൈഡ്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വോൾട്ടേജ് സെല്ല്. അപ്പോൾ അത് പഠിക്കാനുള്ളൊരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രോളിറ്റിക് സെല്ല് പോസിറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി ഇസ് കോൾഡ് ആസ് ആനോഡ് ആൻഡ് ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി ഇസ് കോൾഡ് ആസ് ദി കാത്തോഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും എക്സാമിന് എന്താ വേണ്ടത്, എക്സാമിന് A+ അല്ലേ. ഇനിയിപ്പോൾ കിട്ടിയോ? അപ്പോൾ എന്താണ് EA+. ഇത് ആലോചിച്ചാൽ മതി. എക്സാമിന് എപ്പോഴും നമ്മുടെ ചിന്ത എന്ത്, A+ കിട്ടണം. അപ്പം ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് ഇത് മറക്കില്ല. ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കാര്യത്തിലാണ്, എല്ലാ സെല്ലിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ല. വോൾട്ടേജ് സെല്ലിന് ഡിഫറെൻ്റ് ആണ്. സോ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പോസിറ്റീവായിട്ടുള്ള സൈഡ് A+. അപ്പോൾ അത് ചിന്തിക്കുക എളുപ്പമില്ല. എക്സാമിന് A+ കിട്ടണം. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ്. ഇനി ഒരിക്കലും നമ്മൾ മറക്കരുത്. അപ്പോൾ നെഗറ്റീവ് ഓൾറെഡി എന്താണ്, കാത്തോഡാണ്. ഇനി നമുക്കറിയാം ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം NaCl അല്ലേ. ഞാൻ സോഡിയം ക്ലോറൈഡിനെയാണ് യൂസ് ചെയ്തിരിക്കണമെന്ന് പറയാം. അതിൽ Na+ അല്ലെങ്കിൽ Cl- അല്ലേ. NaCl എന്ന് പറഞ്ഞാൽ Na+ഉം Cl- ആണ്. അപ്പം ഞാൻ ഈ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഈ NaCl കടത്തി വിടുമ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് Na+ഉം Cl- അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോഡ് ഉണ്ടല്ലേ. എന്തൊക്കെ ഇലക്ട്രോഡ്, ഒരാൾ പോസിറ്റീവാണ്, ഒരാൾ നെഗറ്റീവാണ്. പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവിൻ്റെ അടുത്തേക്ക് എപ്പോഴും നമുക്കറിയാം ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ് അട്രാക്ട് ചെയ്യുക അല്ലേ. എപ്പോഴും ഓപ്പോസിറ്റ് നേച്ചറുള്ള ചാർജ് പാർട്ടിക്കിൾസാണ് അട്രാക്ട്. പോസിറ്റീവിൻ്റെ അടുത്തേക്ക് ആരാ വരിക, നെഗറ്റീവും. നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ആരാ പോവുക, പോസിറ്റീവും. എപ്പോഴും ഇത് മനസ്സിൽ വയ്ക്കണം, ഓപ്പോസിറ്റ് ചാർജുള്ള ആൾക്കാരാണ് എപ്പോഴും അട്രാക്ട് ചെയ്യുക. അതായത് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് നെഗറ്റീവും, നെഗറ്റീവിൻ്റെ അടുത്ത് പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ഇലക്ട്രോഡിനെ ഇപ്പം നമുക്കറിയാം ആനോഡ് എന്നും പറയും, നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ കാത്തോഡ് എന്നും പറയും. ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ആനയോൺസ് എന്നാണ് പറയുക. ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്ന അയോൺസുകൾ എന്ത് പറയും, ആനയോൺസ് എന്നും. കാത്തോഡിൻ്റെ അടുത്തേക്ക് പോകുന്ന ആൾക്കാർ എന്താ പറയുക, കാറ്റയോൺസ്. അപ്പം ആനോഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ആനോഡിൻ്റെ അടുത്തേക്ക് ആരാ പോകുന്നത്, നെഗറ്റീവ്. സോ ആനയോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, കൺഫ്യൂസ്ഡ് ആവരുത്. ആൻഡ് ദി കാറ്റയോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇതിൽ ആകെ ഒരൊറ്റ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷനും വരില്ല. എക്സാമിന് A+ വേണം. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ്. അപ്പോൾ ആനോഡ് പോസിറ്റീവാണ്, കാത്തോഡ്. അപ്പോൾ ആനോഡും കാത്തോഡും എന്താ ഇലക്ട്രോഡുകളാണ്. ഇനി ആനോഡിൻ്റെ അടുത്തേക്ക് പോവും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് എന്ത്, ആനയോൺസ്. ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്ന ആൾക്കാർ ആനയോൺസ്. ആനയോൺസ് എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ്. കാത്തോഡിൻ്റെ അടുത്തേക്ക് ആരാ പോവുക, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സോ കാറ്റയോൺസ് ആ പോസിറ്റീവ്. ഒരിക്കലും കാത്തോഡും കാറ്റയോണും ഒന്നാന്ന് വിചാരിക്കരുത്, ഒരേ ചാർജാണെന്ന് വിചാരിക്കരുത്. കാത്തോഡിൻ്റെ അടുത്തേക്ക് പോകുന്ന ആൾക്കാരാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഇപ്പോൾ പറഞ്ഞത്. അതായത് the electrolyte is either in the molten or the fusion state or in the aqueous solution is taken in the tank. The metal rods called electrodes are dipped in the electrolyte and are connected to a battery. ഇതിലെ പറഞ്ഞ മെറ്റൽ റോഡ്സ് ഇലക്ട്രോഡ്സ് എന്ന് പറയാം. അവരെ നമ്മൾ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ നമ്മൾ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. The electrode connected to the positive pole of the battery. A+ എന്ന് ആലോചിച്ചാൽ മതി, ആനോഡ് പോസിറ്റീവ്. എക്സാമിന് തന്നെ ആലോചിക്കണം, കാരണം ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ മാത്രമാണ് ഇത്.
Electrode connected to the negative pole of the battery is called as the cathode. The positive ions move towards the cathode are called as cations, and the negative ions that move towards the anode are called as anions. ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇതും പഠിച്ചതാണ് 10th. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോളിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലാദ്യം ഉരുകിയ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താ പറയേണ്ടത് വെച്ചാൽ, ഇവിടെ എഴുതേണ്ടത് വെച്ചാൽ, ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ. അപ്പോൾ ഇതുപോലെ പഠിച്ചാൽ മതി. ആദ്യം ഇലക്ട്രോളിസിസ് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇവർ NaCl ഡീകമ്പോസ് ചെയ്യുക. എങ്ങനെ ഡീകമ്പോസ് ചെയ്യുക? Na+ഉം Cl- ആയിട്ട് ഡീകമ്പോസ് ചെയ്തല്ലോ. ഇനി നിങ്ങൾ എന്തെഴുതണം? കാത്തോഡിലും ആനോഡിലും എന്ത് റിയാക്ഷൻ? അപ്പോൾ ആദ്യം നിങ്ങൾ കാത്തോഡെന്ന് എഴുതി വയ്ക്കുക, ആനോഡെന്ന് എഴുതി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ വരണം ഇലക്ട്രോളിസിസ് ആണ്, ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, അതതിൻ്റെ അടുത്ത് എഴുതിക്കുക. കാത്തോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഇങ്ങനെ തന്നെ എക്സാമിന് നിങ്ങൾ എഴുതിക്കോ, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നെഗറ്റീവിൻ്റെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ പോകണം. ആരാ പോവുക? Na+ പോവും. നമുക്ക് ഈ ആനോഡിനെ സ്മോൾ ലെറ്ററിൽ എഴുതാം, എന്നാലേ ഉള്ളൂ നമ്മളെ കോഡ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിലുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ആനോഡിൻ്റെ അടുത്തേക്ക് പോസിറ്റീവായ അടുത്തേക്ക് നെഗറ്റീവ്. ഇനി ഇവിടെ എന്തോ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് ഓക്സിഡേഷനും കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് റിഡക്ഷൻ. കുറേ ആൾക്കാർക്ക് മറന്നുപോയിട്ടുണ്ടാവും, എന്നാലും പറഞ്ഞുതരാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് ഓക്സിഡേഷൻ. അതാണ് ഞാൻ പറഞ്ഞത് സ്മോൾ ലെറ്ററിൽ എഴുതിയ എയും ഒയും ഒരുപോലെ. കണ്ട? അപ്പോൾ എന്താ? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, കാത്തോഡിൽ എന്താ? ആനോഡിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? റിഡക്ഷൻ. ഇനിയിപ്പോൾ മെയിൻ കാര്യം എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ഓഫ് ഇലക്ട്രോൺ. ഇത് ചിന്തിച്ചോളൂ. ഓക്സിഡേഷൻ ഈ O0 പോലെയല്ലേ? ലൂസ് ചെയ്യുക. കണ്ടോ? ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയി പോകുമല്ലോ അല്ലേ? നമ്മൾ കയ്യിലെ മാർക്കൊക്കെ ലൂസ് ചെയ്യുമ്പം അതന്നെ ചിന്തിച്ചാൽ മതി. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ആയിട്ട് പോകണം. അപ്പോൾ റിഡക്ഷൻ എന്തായിരിക്കും? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ആനോഡിൽ എയും ഒയും ഒരുപോലെയാണ്. ഇതാ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവുക. ഒരു സബ്സ്റ്റൻസ്, ഒരു എലിമെൻ്റ് മുകളിൽ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഇലക്ട്രോൺ എക്സ്ട്രാ ഉള്ളത് കൊണ്ടാണ് അതിനൊരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. എങ്ങനെയാണ് ലൂസ് ചെയ്യുക? ഒരു ഇലക്ട്രോണിനെ പോയി. ഒരു ഇലക്ട്രോൺ പോയാൽ Cl എന്താവും? Cl തന്നെയാവും. Cl എന്താവും? അതിൻ്റെ കയ്യിൽ ഇലക്ട്രോണൊക്കെ പോയിട്ട് അത് ഫ്രീ ആവും. ഇനി ഈ ക്ലോറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ക്ലോറിൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. അതിനെപ്പോഴും Cl2 മോളിക്യൂൾ. അതിനൊരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പവറില്ല. അത് എപ്പോഴും എന്താ? Cl2 മോളിക്യൂളായിട്ടേ കാണുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും വേറൊരു ക്ലോറിനായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് കാണിക്കുക? വീണ്ടും ഒരു Cl- ഒരു ഇലക്ട്രോണിനെ പോയിട്ട് ഒരു Cl വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക? 2Cl-, 2 Cl- കൂടെ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് ഇവിടെ 2Cl എന്ന് എഴുതരുത്. എന്തെഴുതണം? Cl2. ഇതായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ വന്നെന്നുള്ളത്. അതിങ്ങനെയാണ് വന്നത്. ഒരു Cl ഒരു ഇലക്ട്രോണിനൊപ്പം ഒരു ക്ലോറിനെ, ഈ ക്ലോറിൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ക്ലോറിനും കൂടെ പോകുമ്പോൾ അവർ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താവും? ക്ലോറിൻ മോളിക്യൂളായിട്ട് നിൽക്കും. ഇനി ഇവിടെ എന്താ ഉള്ളത്? നമ്മുടെ കാത്തോഡിൻ്റെ അടുത്ത് സോഡിയം ഉണ്ട്. അവിടെ എന്താ? റിഡക്ഷൻ, ഗെയിൻ, ഒരു ഇലക്ട്രോൺ. കാരണം ഇതിൻ്റെ കയ്യിൽ പോസിറ്റീവാണ് ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഒരു ഇലക്ട്രോണിനെ വേണം. അപ്പോൾ അതെന്ത് ചെയ്യും? ഒരു മൈനസ് ചാർജുള്ള ഇലക്ട്രോണിനെ ഇങ്ങ് വാങ്ങും. എന്നിട്ട് എന്താവും? സോഡിയമാവും. കണ്ടോ? സോഡിയത്തിന് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുക. അതിന് സോഡിയം മോളിക്യൂളൊന്നും ആവണ്ട. അപ്പോൾ എന്തായി? ഇതാ സോഡിയം. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, വിച്ച് എലിമെൻറ്റ് ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാത്തോഡ്? കാത്തോഡിൻ്റെ മുകളിൽ ഏത് എലിമെൻറ്റാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? സോഡിയം is deposited at the cathode. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആൻഡ് Cl, ക്ലോറിൻ ഗ്യാസ് ഫോർമുല. ക്ലോറിൻ ഗ്യാസ് ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി ആനോഡ്. ഡെപ്പോസിറ്റ് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. ഈ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി.
ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് നോക്കി നോക്കുക എന്തൊക്കെയാണ് അപ്പം നമ്മൾ പറഞ്ഞത്. നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് കണ്ടാൽ ആദ്യം നിങ്ങൾ എഴുതുക ഇലക്ട്രോളിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് an electrolyte by the passage of electricity. For example, sodium chloride undergo decomposition to produce Na plus and Cl minus. ഇനി നിങ്ങൾ എന്ത് എഴുതിയേക്കാം, കാത്തോഡെന്നും ആനോഡെന്നും എഴുതുക. കാത്തോഡ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ആനോഡിൻ്റെ ഇങ്ങനെ സ്മോൾ ലെറ്റർ AO ആനോഡിൻ്റെ അടുത്ത് ഓക്സിഡേഷൻ എഴുതാം. എക്സാമിന് പോസിറ്റീവ് ആനോഡ് പ്ലസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്കില്ലേ എക്സാമിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എക്സാം പേപ്പറിലും എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. കാത്തോഡിൻ്റെ അടുത്ത് നെഗറ്റീവ് ഇട്ടേക്കുക, നെഗറ്റീവ് റിഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കി. ഇത് ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ആയാലേ ഉള്ളൂ 0 കിട്ടുക. ഓം 0 ഒരുപോലെയാണ്. അപ്പോൾ ലൂസ് ചെയ്യണം ഇലക്ട്രോണിനെ. ഇതാ ലൂസ് ചെയ്യുന്നതാണ്, പുറത്തേക്ക് വിട്ടു. ആ ഒരു ഇലക്ട്രോൺ പോയപ്പോൾ ക്ലോറിൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും, വേറൊരു ക്ലോറിനും കൂടെ ആയിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ആ ക്ലോറിനും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതും ഇതേപോലെ ലൂസ് ചെയ്യണം. അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ 2Clക്ക് Cl2 + 2 ഇലക്ട്രോൺ. ഇനി റിഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, ഗെയിനാണ്. ഈ സോഡിയം പ്ലസ് ഗെയിൻ ചെയ്യാൻ തന്നെ ആഡ് ചെയ്യുക. ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് എന്താവും, പ്ലസും മൈനസും കൂടെ വന്നപ്പോൾ അവിടെ എന്തായി, സോഡിയം എന്നുള്ള എലിമെൻറ്റ് കിട്ടും. എന്നിട്ട് എഴുതുക സോഡിയം ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാത്തോഡ് ആൻഡ് ക്ലോറിൻ ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് ആനോഡ്. നമ്മുടെ അവിടുത്തെ ആ ആൻസർ ക്ലിയർ ആയിട്ട് കഴിഞ്ഞു. കാര്യം മനസ്സിലായല്ലോ. ഇനിയാണ് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഇസ് ഇലക്ട്രോളിസിസ് ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യനേക്കും റൈറ്റ് ദ ഇലക്ട്രോളിസിസ് ഓഫ് എക്വസ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ മനസ്സിൽ വരണം, എക്വസ് എന്ന് പറഞ്ഞാൽ വെള്ളം, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതുമുണ്ട്. അപ്പോൾ 2 ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ ഡീകമ്പോസ് ചെയ്യാൻ. ആരൊക്കെ, വെള്ളവും ഉണ്ട്, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെഴുതും, ഡീകമ്പോസിഷൻ ഓഫ് വാട്ടറിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, H+ഉം. ഇത് പല റിയാക്ഷനിൽ പല തരത്തിലാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പം നമ്മളിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റുള്ള എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം H2 എന്താണ്, H+ഉം OH- ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. അതേപോലെ സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യും, Na+ഉം Cl- ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഇനി ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ എന്തെഴുതണം, ആനോഡ് സ്മോൾ ലെറ്ററിൽ എഴുതിക്കോളൂ. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കാത്തോഡ് ഇവിടെ എഴുതി. എന്നിട്ട് നമുക്കറിയാം എക്സാമിന് A+ കിട്ടണം, പ്ലസ് ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ, അതും മനസ്സിൽ വയ്ക്കുക. കാത്തോഡ് മൈനസ് റിഡക്ഷൻ, ഇതൊക്കെ എഴുതുന്നതിൽ ഒരു തെറ്റുമില്ല. ആരും നിങ്ങളോട് ഇതൊന്നും എഴുതരുതെന്ന് പറഞ്ഞിട്ടില്ല എക്സാം പേപ്പറിൽ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും എഴുതി വയ്ക്കാം. അപ്പം ഇനി എന്താ, ആനോഡ് കാത്തോഡ് എന്ന് എഴുതി വെച്ചു. ഇനി ആനോഡിൽ എന്തായിരിക്കും, പോസിറ്റീവായ ആൾക്കാരുടെ അടുത്ത് നെഗറ്റീവ്. ഇവിടെ 2 നെഗറ്റീവ് ആൾക്കാരുണ്ടായിരിക്കുക, Cl- OH- വന്നു. കാത്തോഡ് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ 2 പോസിറ്റീവ് ആൾക്കാരുണ്ട് ഇവിടെ, H+ഉം Na+ഉം. ഇവർ 2 ആളും വന്നു. അപ്പോൾ ഇനി ആരായിരിക്കും പെട്ടെന്ന് റിഡക്ഷൻ നടക്കുക, ആരായിരിക്കും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ 2 ആളുണ്ടാവുമ്പം ശ്രദ്ധിക്കണം, OH- ഗ്രേറ്റർ ടെൻഡൻസി Cl-നാണ് ഓക്സിഡേഷൻ നടക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനതിന് ഇൻ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ക്ലോറിന് കമ്പയർ ടു OH-, ക്ലോറിൻ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു അണ്ടർഗോ ഓക്സിഡേഷൻ. അവർക്കാണ് ഓക്സിഡേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ഓഫ് ഇലക്ട്രോൺ. അത് നിങ്ങളുടെ മനസ്സിലുണ്ട്, 0 പോലെ O എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ എന്തായി, Cl. വീണ്ടും ഒരു Cl-ഉം കൂടെ പോയി, 1 ഇലക്ട്രോൺ Cl. എന്നിട്ട് എന്താവും, 2Cl- gives 2 ഇലക്ട്രോൺ പ്ലസ് Cl2. ഇലക്ട്രോണിൻ്റെ സിമ്പലാണ് E- എന്ന് പറയുന്നത്. അതറിയാമല്ലോ. അതൊക്കെ അതും വീണ്ടും ഞാൻ പറയാം, 10th പഠിച്ചതാണ്. ഇനി കാത്തോഡിൽ റിഡക്ഷൻ, സോഡിയം ഹൈഡ്രജനെയും കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനാണ് റിഡക്ഷൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. സോ അതെന്ത് ചെയ്യും, ഹൈഡ്രജനും ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഹൈഡ്രജനിൻ്റെയും ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്തിട്ട് ഹൈഡ്രജനായിട്ട് 2H++ 2E gives H2. കണ്ടോ, ഹൈഡ്രജൻ മോളിക്യൂളും ക്ലോറിൻ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ് ആൻഡ് വാട്ട് ഇസ് ലിബറേറ്റഡ് അറ്റ് ദി കാത്തോഡ്. ക്ലോറിൻ ഗ്യാസ്, ക്ലോറിൻ എപ്പോഴും ഗേഷ്യസ് ഫോം, ക്ലോറിൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ്, പുറത്തേക്ക് വിട്ടു.
liberated at the anode and hydrogen gas is liberated at the cathode. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു റിയാക്ഷൻ. അപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങളോട് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം? ഇങ്ങനെ എഴുതിയേക്കുക. എക്വസ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം അവിടെ വെള്ളം കൂടി HCl ആണ്, വെള്ളത്തിലുള്ള HCl. NaCl, Na++, Cl - H2O gives H++ OH-. കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റിഡക്ഷൻ, ആനോഡ് പോസിറ്റീവ് ഓക്സിഡേഷൻ. കാത്തോഡിൻ്റെ അടുത്തേക്ക് 2 പോസിറ്റീവായിട്ടുള്ള അയോൺസ് Na+ഉം H+ഉം വരും. ആനോഡ് എന്ന് പറയുന്ന അടുത്തേക്ക് OH- ഉം Cl-. ഈ പ്ലസ്സും മൈനസ് എന്താ ഇട്ടത്? ഇവർ ബാറ്ററീൻ്റെ പ്ലസ് സൈനോടാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഒരു ബാറ്ററീൻ്റെ നെഗറ്റീവ് സൈനോടാണ് കണക്ട് ചെയ്തത്. നെഗറ്റീവ് സൈൻ്റെ അടുത്തേക്കുള്ള ആളടുത്തേക്ക് പോസിറ്റീവായിട്ടുള്ള ചാർജുള്ള ആൾക്കാർ വരും. അപ്പോൾ ഈ റിയാക്ഷനും കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോളിസിസ് ഓഫ് NaCl കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഫാരഡേസ് ലോ ആണ്. അത് നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊരു സിമ്പിളായിട്ടാണ് തന്നത്, പക്ഷെ അത് ഒറ്റയടിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പം നല്ലോണം മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്, ദ ഫാരഡേസ് ലോ. അപ്പോൾ ഈ ഫാരഡേസ് ലോ അല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫാരഡേസ് ലോ, ഫാരഡേ എന്ന് പറഞ്ഞാൽ ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണിത്? ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ സോഡിയം ക്ലോറൈഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പം സോഡിയം ഒരു സ്ഥലത്തും ക്ലോറിൻ ഒരു സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ, ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പം. അപ്പം ഇത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്, ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇസ് ഡെപ്പോസിറ്റഡ്. എത്ര സബ്സ്റ്റൻസ് ഓരോ ഇലക്ട്രോഡിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ലിബറേറ്റ് ചെയ്ത്, അതും ഈ ഇലക്ട്രിസിറ്റി പാസേജും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ കണ്ടുപിടിച്ച ആളാണ് ആര്? നമ്മുടെ ഫാരഡേ. സോ എന്താണിത്? ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ആൻഡ് that relation was found by Michael Faraday, who is known as the father of electricity. The relation between the quantity of electricity, എത്ര quantity electricity നമ്മൾ കടത്തിവിട്ടു, passed through an electrolyte, and the mass of substances deposited at the electrolyte was given by Michael Faraday, who is known as the father of electricity. അങ്ങനെ ഈ ഫാരഡേ 2 ലോ ആണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ട്രോളിസിസിന് വേണ്ടിയിട്ട്. നമ്മൾ ന്യൂട്ടൻ്റെ 3 laws ഒക്കെ പറഞ്ഞ പോലെ ഇവിടെ ഫാരഡേ ഇലക്ട്രോളിസിസിനെ ബേസ് ചെയ്തിട്ട് 2 ലോ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ. എന്താണെന്ന് നോക്കാം. ദി എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. സിമ്പിളാണ് ഇത്. നമ്മുടെ ന്യൂട്ടൻ്റെ 3rd ലോ നമ്മൾ എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതേപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. The amount of any substance liberated or deposited at an electrode is directly proportional to the quantity of electricity passed through the electrolyte. അതായത് ഒരു ഇലക്ട്രോഡിൻ്റെ മുകളിൽ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതോ അത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിരിക്കുന്നു അതിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇപ്പം ഞാൻ 5 ആംപിയർ കറണ്ട് കൊടുത്തിട്ടുണ്ട്, 5 കുളം കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര തന്നെ ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ അത്ര തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ദി എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസസ് ലിബറേറ്റഡ് ചിലപ്പോൾ ഗ്യാസസ് ലിബറേറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഇലക്ട്രോഡിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും. ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇനി അതിനെ നമ്മൾ ന്യൂമറിക്കലിൽ പറയാം, അവരുടെ ഇതിൽ പറയുകയാണ്, വെയിറ്റിലൊക്കെ പറയും. ഇഫ് W gram is the mass of substance produced at the electrolyte, if W amount of W എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 10 gram എന്നൊക്കെ പറയുന്നതിന് പകരം പറഞ്ഞതാണ്. ഇഫ് W gram is the mass of the substance produced at the electrode,
by the passage of electricity Q. ഇലക്ട്രിസിറ്റീൻ്റെ ചാർജ് നമ്മൾ ലെങ്ത്തിനൊക്കെ സെൻറ്റിമീറ്റർ മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളുംബ്. കൊളുംബ് എന്ന് വായിക്കുന്നവരുണ്ട്, കൂളം എന്ന് വായിക്കുന്നവരുണ്ട്. കൂളംബ് അപ്പം നമുക്ക് കുളം എന്ന് വായിക്കാം. ഇനി കൊളംബ് എന്ന് വായിക്കുന്നൊരു കൊളംബോ വായിച്ചോളൂ. ഇറ്റ്സ് കൂളുംബ്. So if W gram is the mass of the substance produced at the electrolyte by the passage of electricity Q. അപ്പം if W amount of substance ഡെപ്പോസിറ്റ് ചെയ്തു ഒരു ഇലക്ട്രോഡിൻ്റെ മുകളിൽ Q amount of electricity പാസ് ചെയ്തപ്പം എന്താ ഫാരഡേ പറഞ്ഞത്? The amount of substance deposited at the electrode is directly proportional to the quantity of electricity passed through the ഇലക്ട്രോലൈറ്റിൽ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് അത്രയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ പ്രപ്പോർഷനാലിറ്റീനെ മാറ്റിയിട്ട് ഈക്വൽ ചെയ്തുമ്പോൾ W ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റൻറ്റ്. Z ഇസ് നോൺ ആസ് ദി പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റൻറ്റ് ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കെമിക്കൽ. ഈ പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റൻറ്റ് പേര് കൊടുക്കാറുണ്ട്, കെമിക്കൽ ഇക്വിവാലൻസ്. എന്താ അതിൻ്റെ പേര്? കെമിക്കൽ ഇക്വിവാലൻസ്. അതുതന്നെയാണ് ഇവിടെ എഴുതിയത്, ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻ്റ് കേട്ടോ. കെമിക്കൽ ഇക്വാലൻ്റ്, ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻ്റ്. So if W is directly proportional to Q, W is equal to ZQ. Z is a proportionality constant. It is known as the electrochemical equivalent. Q എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. നമുക്കറിയാം ഈ ക്യൂവിനെ പറ്റിയിട്ട് അതേ പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊരു ചെറുതായിട്ട് അങ്ങ് തന്ന് ഒഴിവാക്കി. അപ്പം നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ആൻ ഇലക്ട്രിക് കറണ്ട് റൈസസ് വെനെവർ ദർ ഇസ് എ ഫ്ലോ ഓഫ് ചാർജ്. ഞാൻ പറഞ്ഞ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ ഒരു മൂവ്മെൻറ്റ്, മെയിൻലി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജുകളുടെ ഒരു മൂവ്മെൻറ്റാണ് ഇലക്ട്രിക് എന്ന് പറയുക കറണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ചാർജ് ഫ്ലോ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര റേറ്റിലാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. എങ്ങനെ ഒരാളെ റേറ്റ് കണ്ടുപിടിക്കുക? നമ്മളൊരു വെഹിക്കിളിൻ്റെ സ്പീഡ് എങ്ങനെയാണ് പറയുക? ഇത്ര കിലോമീറ്റർ ഇത്ര ഹവറിൽ പോയി അല്ലേ, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ അല്ലേ, ഇത്ര മീറ്ററിൽ ഇത്ര സെക്കൻഡിൽ പോയി, അങ്ങനെയാണ് നമ്മൾ പറയുക. കറണ്ടിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് പറയാൻ? ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പെർ ടൈം. കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, എത്ര ചാർജിൻ്റെ ക്വാണ്ടിറ്റി പോയി, എത്ര ചാർജ് പോയി ഇത്ര ടൈമിൽ. അപ്പം കറണ്ടിന് നമ്മൾ പറയാം I കറണ്ട് ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ലേ? ഇത് മനസ്സിലാവാതെ നിങ്ങൾ ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടല്ലോ. ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബൈ ടൈം. അപ്പോൾ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഒരു പെർട്ടിക്കുലർ സമയത്തിൽ പോയി, അതാണ് ഒരു കറണ്ട് എന്ന് പറഞ്ഞത്. ഓർ I ഈസ് ഈക്വൽ ടു Q ബൈ T. നമുക്കിവിടെ ഒരു Q ഉണ്ട് അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. അതെന്തായിരിക്കും? I. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. I ഇൻറ്റു T ഇസ് ഈക്വൽ ടു Q. കണ്ടോ? ഈ ക്യൂവിന് നമ്മളിവിടെ W ഇസ് ഈക്വൽ ടു Z ഇൻറ്റു I ഇൻറ്റു T. I is the intensity of current, T is the time. കണ്ടോ? ഇൻറ്റൻസിറ്റി, കറണ്ടിൻ്റെ എത്ര ഇൻറ്റൻസിലാണ് കറണ്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? എത്ര ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഒരു സമയത്തിൽ ട്രാവൽ ചെയ്തു, അത് നോക്കിയിട്ടാണ് നമ്മൾ കറണ്ട്. ആ ക്യൂ ആണ് ഇവിടെ ഉള്ളത്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. അപ്പോൾ എന്താ? W ഇസ് ഈക്വൽ ടു ZIT. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സ്പ്ലനേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? ഇലക്ട്രിക് കറണ്ട് റൈസസ് വെനെവർ ദർ ഇസ് എ ഫ്ലോ ഓഫ് ചാർജ്. ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് കറണ്ട് വരുന്നത്. ഇലക്ട്രിക് കറണ്ട് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ചാർജ് ഫ്ലോ. ഇത് റേറ്റിലാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത് ഇലക്ട്രിക് കറണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ചാർജ് ഫ്ലോ, എന്ത് റേറ്റിലാണ് ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബൈ ടൈം. ദാറ്റ് ഇസ് I, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻ ആംപിയർ. Q, the quantity of charge in coulombs. ഇതാ എളുപ്പം ആലോചിക്കാം, ക്യൂവും സിയും ഒരേപോലെ അല്ലേ, QC. പിന്നെ T ഈസ് സെക്കൻഡ്. അതാണ് നമ്മളിവിടെ Q ഈസ് ഈക്വൽ ടു IT. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് W ഈസ് ഈക്വൽ ടു ZIT. ദിസ് ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ലോ. കണ്ട, ഇതാണ് നമ്മൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. The amount of substance deposited at an electrode is directly proportional to the quantity of electricity. Quantity of electricity is equal to the intensity of electric current into time. That is W is equal to ZIT.
ഇനി നമുക്ക് ഇതിന് ഒരു എന്ത് കൊടുക്കണം, ഒരു ഡെഫിനിഷൻ കൊടുക്കണം അല്ലേ, ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസിന്. വേറെ, ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കറസ്പോണ്ടിങ് ടു ദ പാസേജ് ഓഫ് 1 ആംപിയർ കറൻറ്റ് ഫോർ 1 സെക്കൻഡ് ഇസ് കോൾഡ് 1 കുളുംബ്. ഒന്നും മനസ്സിലായില്ലല്ലോ. നമുക്കറിയാം ഇത് എന്തിലുള്ളത്, ക്യൂ കുളുംബിലാണ്, ഇത് ആംപിയറിലാണ്, ഇത് സെക്കൻഡിലാണ്. അപ്പം നമുക്ക് 1 കുളുംബിൻ്റെ ഡെഫിനിഷനാണ്, 1 കുളുംബിൻ്റെ ഡെഫിനിഷനാണ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഇത് ക്വാണ്ടിറ്റി ആണല്ലോ, ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കറസ്പോണ്ടിങ് ടു ദി പാസേജ് ഓഫ് 1 ആംപിയർ. ഇത് 1 ആണ്, ഇതും 1 ആണെങ്കിൽ ഇതെന്തായി 1 കുളുംബായില്ലേ. എല്ലാം 1 ആണെങ്കിൽ ഇപ്പം 1 ആംപിയർ ഓഫ് കറൻറ്റ് ഇസ് പാസ്ഡ് ഇൻ 1 സെക്കൻഡ്, ദെൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് വിൽ ബി 1 കുളുംബ്. അപ്പോൾ കുളുംബിൻ്റെ ഡെഫിനിഷൻ എന്താ, ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി corresponding to the passage of the quantity of electricity corresponding to the passage of 1 ampere of current in 1 second, it's called as 1 coulomb. അപ്പോൾ അത് ക്ലിയർ ആയാലും ഇത് രണ്ടും 1 ആയ 1 coulomb. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായി. ഇനി എന്താണ് ഇലക്ട്രോകെമിക്കൽ? ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ് ഓഫ് എ സബ്സ്റ്റൻസ്. Electrochemical equivalence of a substance is defined as the mass of the substance liberated by the passage of 1 coulomb of electricity through the electrolyte. The substance is defined as the mass of substance liberated by the passage of 1 coulomb of electricity through the electrolyte. ഇതും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ Q എന്ന് പറയുന്നത് 1 coulomb of ചാർജ് ആണെങ്കിൽ W is equal to Z. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ് എന്താ, ഇത് 1 ആണെങ്കിൽ W is equal to Z അല്ലേ. അപ്പോൾ the amount of substance, the electrochemical equivalence of a substance is defined as the mass or the amount of substance liberated by the passage of 1 coulomb of electricity. ഒരു coulomb of electricity പാസ് ചെയ്യുമ്പം എന്തായിരിക്കും, ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കാത്തോഡിലോ ആനോഡിലോ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 1 കൊടുത്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഡെഫിനിഷൻ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാത്തവർക്ക് ദേ ക്യാൻ റൈറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ, അതിനനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ 1 ഫാരഡ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയണം നമ്മൾ, എന്താണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. അപ്പം നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6023 ഇൻറ്റു 10⁻⁻19 ആണ്, കുളുംബാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ട്. 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ഇലക്ട്രോൺസ് ആണ്, 6.023 ഇൻറ്റു 10⁻23 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇതാണെങ്കിൽ ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ, 6.023 ഇൻറ്റു 10⁻23 ഇൻറ്റു 1.6. ഒരു ഇലക്ട്രോണിന് ഇതാണ്. അപ്പോൾ 6.3 ഇലക്ട്രോൺ എത്രയായിരിക്കും, ഇൻറ്റു 10⁻⁻19. ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 96500 കുളുംബാണ്. 96500 കുളുംബ്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 10th പഠിച്ചിട്ടുണ്ട്. മോൾ എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് ആറ്റത്തിലൊക്കെയുള്ള കുറേ പാർട്ടിക്കിൾസിന് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മോൾ. അതായത് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുറേ എലിമെൻറ്റ്സ് ഉണ്ടാകും ഒരു മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും, 6.023 ഇൻറ്റു 10⁻23. അപ്പോൾ അത്രയും ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഇതാണെങ്കിൽ 6.023 എത്രയാണ്, അതേ ഇൻറ്റു ഇത് അല്ലേ. ഒരു മിഠായിക്ക് 2 രൂപയാണെങ്കിൽ 5 മിഠായിക്ക് എത്രയാണ്, 5 ഇൻറ്റു 2. അതേപോലത്തെ കണക്ക് തന്നെയാണ്. ഒരു ഇലക്ട്രോൺ ഇത്രയാണെങ്കിൽ ഒരു മോളിൽ എത്ര ഉണ്ടാവും, 6.023 ഇൻറ്റു 1.6023 ഇൻറ്റു 10⁻⁻10. അത് അപ്രോക്സിമേറ്റ്ലി 96500 കുളുംബാണ്. ഇതിനെയാണ്, ഈ ഒരു വാല്യൂ ആണ് പറയുന്നത് 1 ഫാരഡ്. 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ the amount of charge of 1 mole electron, the amount of charge in 1 mole electron, it is known as 1 farad. അപ്പോൾ നമുക്ക് നോക്കി നോക്കി എന്താ ഫാരഡ് കോൺസ്റ്റൻറ്റ്. ചാർജ് ക്യാരിഡ് ബൈ എ സിംഗിൾ ഇലക്ട്രോൺ ഇസ് 1.6023 ഇൻറ്റു 10⁻⁻19.
ടോട്ടൽ ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 96485 ആണ്. അത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഇസ് 96500 coulomb. So it is the amount of electricity that is carried by 1 mole of electrons. It is the amount of electricity that is carried by 1 mole of electron and is known as Faraday's constant or 1 Faraday of charge അല്ലെങ്കിൽ 1 Farad എന്ന് പറയുന്നത് 96500 coulomb ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. അത്യാവശ്യത്തിന് പഠിക്കാനുള്ളതായിട്ടുണ്ട്. കാരണം ഇലക്ട്രോളിസിസ് പറഞ്ഞു, നമ്മൾ ഫാരഡേൻ്റെ ഫസ്റ്റ് ലോവും പറയുക. നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. അറിയാത്ത കാര്യങ്ങൾ യു ക്യാൻ റൈറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ നെക്സ്റ്റ് വി വിൽ ബി ഡീലിംഗ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോവും ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസും നമുക്ക് ചെയ്യാനുണ്ട്. സോ ഓക്കെ, താങ്ക് യു.